എല്ലാവർക്കും നമസ്കാരം. ഞാനും വിപിനും ഇന്ന് ഒരു സന്തോഷമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. വിപിനാണ് ക്യാമറയുടെ പുറകിൽ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചത്, നിങ്ങളിപ്പോഴും ഫോണിലാണല്ലോ നിങ്ങളിപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ക്യാമറ വാങ്ങിച്ചുകൂടെ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു. ക്യാമറ വാങ്ങിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, അത് വാങ്ങിക്കാൻ പറ്റിയൊരു സാഹചര്യം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായില്ല, ഇപ്പോഴും ഇല്ല. എന്നാൽ പോലും ഒരുപാട് പേരുടെ കളിയാക്കലും കുത്തിനോവിക്കലും അവരുടെ ആഘോഷങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ചു, എന്നാൽ ഏതെങ്കിലും ഒരു ക്യാമറ വാങ്ങിച്ച് എല്ലാവർക്കും ഉള്ളതുപോലെ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ഒരു ക്യാമറ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ ഒരു GoPro 9 വാങ്ങിക്കാനായിട്ട് എറണാകുളത്ത് ഒരു കടയുടെ പുറത്താണ് നിൽക്കുന്നത്. ഈ ഒരു കട എന്ന് പറയാനുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ ആ കടയുടെ പേര് പറഞ്ഞാലോ അല്ലെങ്കിൽ ആ കട ഏതാണ് അല്ലെങ്കിൽ കടയുടെ അകത്ത് പോയി GoPro വാങ്ങിക്കുന്നത് കാണിച്ചാലൊക്കെ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ആ കട നമുക്ക് GoPro 9 വെറുതെ തന്നോ അല്ലെങ്കിൽ കാശ് കുറച്ച് തന്നോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലൊക്കെ ഉണ്ടാവാൻ സാഹചര്യം അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ അത് ചെയ്യാത്തത്. എന്താണെങ്കിലും കാശൊന്നും കുറച്ച് തരുമോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരുമോ ഒന്നും ചെയ്തല്ല, ഇത് ഞങ്ങൾ കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് പേര് ഞങ്ങൾ ഇപ്പോഴും ഫോണിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ല അങ്ങ് ചോദിച്ചു ഒരുപാട് നോവിച്ച് അങ്ങ് ആഘോഷിച്ചു. അപ്പോൾ ആ ആഘോഷം ഒരുപാട് വേണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളും വിപിനാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള കുറച്ച് ആളുകൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു GoPro വാങ്ങിക്കാനുള്ള പൈസയൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടി അതിൻ്റെ കൂടെ ഒരു റോഡിൻ്റെ ഒരു മൈക്കും കൂടി ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇപ്പം ഞങ്ങളെ സ്നേഹിക്കുന്ന പൈലറ്റ് ഓൺ വീൽസ് എന്ന് പറയുന്ന എന്നെയോ അല്ലെങ്കിൽ വിപിനെയോ അല്ല, പൈലറ്റ് ഓൺ വീൽസിനെ സ്നേഹിക്കുന്ന കുറേ ആളുകൾക്കെങ്കിലും അത് ഓർത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ഞാൻ കടയിലേക്ക് കയറി അത് ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞ കാരണം കൊണ്ട്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ അത് നമ്മൾ കാണിക്കും. അൺബോക്സ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളും അതുപോലെ റോഡിൻ്റെ മൈക്കിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് വ്ളോഗിങ് കൂടെ ചെയ്താൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വ്ളോഗിങ് ചെയ്ത് നല്ല പരിചയമില്ല, ഞാൻ അതിനകത്ത് ഭയങ്കരമായ എനിക്ക് ഒന്നും അറിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ പക്ഷേ ഞാൻ ശ്രമിച്ച് കുറച്ചൊക്കെ വ്ളോഗിങ് കുറച്ചും കൂടെ ഒരു എൻ്റെ രീതിയിൽ വ്ളോഗിങ് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. GoPro 9 നമുക്ക് ഫ്രണ്ടിലും സ്ക്രീനുണ്ട്, അത് കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ആ GoPro 9 വാങ്ങിച്ചിട്ട് വന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ ഞങ്ങൾ GoPro വാങ്ങിച്ചു. GoProയും മൈക്കും വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വാങ്ങിച്ചു. അത് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് താഴെ വയ്ക്കുകയാണ്, കാരണം ഇനിയിപ്പോൾ ആ കവറിനകത്ത് കടയുടെ പേര് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അതും വേണ്ട. സോ വാങ്ങിച്ചു GoPro 9. ഇതാണ് GoPro 9. അതുപോലെ റോഡിൻ്റെ മൈക്ക് ഇതാണ്, റോഡിൻ്റെ വയർലെസ് ഗോ എന്ന് പറയുന്ന മൈക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് GoProയ്ക്ക് വേണ്ടി ഒരു 64 GB എക്സ്ട്രീം SD കാർഡ്, അതിൻ്റെ ചിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു അഡാപ്റ്റർ, മൈക്കിൻ്റെ അഡാപ്റ്റർ കിട്ടി. പിന്നെ ഫ്രീ ആയിട്ടൊരു സാധനം കൂടെ കിട്ടി. അത് എല്ലാവർക്കും കൊടുക്കുന്ന ഫ്രീ ആണ് കേട്ടോ. ഒരു ചെസ്റ്റി എന്ന് പറയുന്ന ചെസ്റ്റ് മൗണ്ട് GoPro മൗണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് കാണാം വീട്ടിൽ ചെന്നിട്ട്. ഇപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ട്, വീട്ടിൽ ചെന്നാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എല്ലാം വാങ്ങിച്ച് GoPro Hero 9 വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ചെസ്റ്റി, ഒരു മൗണ്ടാണ്, ചെസ്റ്റ് മൗണ്ട്, GoProയുടെ മൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണിത്. അതുപോലെ ഒരു വയർലെസ് ഗോ എന്ന് പറയുന്ന റോഡിൻ്റെ മൈക്ക് വാങ്ങിച്ചു. പിന്നെ ഇതൊരു കണക്ടറാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കണക്ടറാണ്. പിന്നെ ഒരു SD കാർഡും മൈക്രോ SD കാർഡും വാങ്ങിച്ചു. ഇത്രയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 69,600 രൂപയായിരുന്നു. അതിനകത്ത് 600 രൂപ അവർ കുറച്ച് തന്നു. അതിൻ്റെ കൂടെ ഈ 69,000 രൂപയിൽ ഉൾപ്പെടുന്നതല്ല ഈ ചെസ്റ്റി, അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഇപ്പോൾ ആ കടയിൽ അത് ആ ഡീലറിൻ്റെ ഒരു ഫ്രീ ആയിട്ട് തന്ന സാധനമാണ്. അവർക്ക് അറിയൊന്നുമില്ല, നമ്മൾ ഇങ്ങനൊരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, അല്ലാതെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും അല്ല. എന്തായാലും നമുക്കിതൊന്ന് തുറക്കാം. ഈ GoPro Hero 9 വില GoPro Hero 9 വില 45,000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. ഓൺലൈനിലെല്ലാം ചെക്ക് ചെയ്തപ്പോൾ 49,000 രൂപയാണ് ഓൺലൈനിലും കണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടുന്ന് 45,000 രൂപയ്ക്ക് ലഭിച്ചു. ഇത് നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രൈസൊന്നുമല്ല, എല്ലാവർക്കും കിട്ടുന്ന പ്രൈസാണ്. സോ സാധാരണ
ആർക്കെങ്കിലുമൊക്കെ ഇത് കാരണം പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ആർക്കെങ്കിലുമൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ്. എല്ലാ കടയിലും തന്നെ ഈ വിലയൊക്കെ തന്നെ ആയിരിക്കും. ഇനി അല്ല, ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം ഏത് കടയാണെന്ന്. അല്ലാതെ ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. എന്താണെങ്കിലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞങ്ങളിത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉള്ളത്. ചിലപ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സ്ഥിരമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ യെസ്, ഒരു കേബിളാണ്, ഇതിൻ്റെ മൗണ്ടാണ്, മൗണ്ടിൻ്റെ സ്ക്രൂ. ദിസ് ഇസ് ദ ബാറ്ററി കുറച്ചും കൂടെ പവർഫുൾ ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സ്ക്രീൻ വരുന്നുണ്ട്. ഈ ഗോപ്രോ, ഇതാണ് ഗോപ്രോ ഹീറോ 9. ഈ ഹീറോ 9ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും കൂടെ നമുക്ക് സ്ക്രീൻ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു വ്ളോഗിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ സ്ക്രീൻ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. നമ്മളൊരു ഊഹാപോഹത്തോടെ നമ്മൾ വ്ളോഗിങ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രണ്ടിൽ സ്ക്രീൻ ഉള്ളതുകൊണ്ടാണ് ഇതൊരു പുതിയ മോഡൽ വരുന്ന സ്ക്രീനോടെയാണ്. ബാക്കിലും സ്ക്രീനുണ്ട്. സോ 2 സ്ക്രീൻ വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഒരല്പം കുറവാകാൻ സാധ്യതയുണ്ട്. നമുക്ക് വേറൊരു മൗണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു പൗച്ചാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോയുടെ സാധനങ്ങളെല്ലാം. ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ബാറ്ററി, ഗോപ്രോ, 2 മൗണ്ട്, കേബിള്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇനി സോ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഉപയോഗിച്ച് വലിയ പരിചയമില്ല. സാധാരണ വിപിനാണ് ഇതൊക്കെ ഉപയോഗിച്ച് പരിചയം. എന്താണെങ്കിലും നമുക്കിതൊന്ന് നോക്കാം. ഇത് ബാറ്ററി ഇടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ഓക്കെ, ഓൾറൈറ്റ്, ഓക്കെ, ബാറ്ററി ഇപ്പോൾ ഇട്ടു. യെസ്, അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സ്ക്രീനിൽ നമ്മൾ എടുക്കുന്നത് വരും. അതുപോലെ ബാക്കിലും വരും. ഇത് ടച്ചാണ്. പിന്നെ അത് ഫ്രണ്ടിൽ നമുക്ക് എന്നെ തന്നെ കാണാൻ എനിക്ക് ഗോപ്രോ 9. എനിവേസ് അതാണ് ഗോപ്രോ ഓണായി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ. ഇത് സെറ്റപ്പ് ചെയ്യണം, കംപ്ലീറ്റ് ഡേറ്റ് ഒക്കെ വെച്ചിട്ട് ഇത് സെറ്റപ്പ് ചെയ്യണം. സോ എനിവേസ് അത് അങ്ങനെ അത് ഓണായി. ഇനിയെങ്കിലും ഞങ്ങളുടെ സൗണ്ട് പ്രോബ്ലംസ് ഒന്നും അധികം ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. റോഡിൻ്റെ മൈക്ക് ഇതിനകത്താകുമ്പോൾ നമുക്ക് സൗണ്ട് എന്തെങ്കിലും രീതിയിൽ വരാതിരിക്കുകയോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കും. അതുപോലെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കണക്റ്റേഴ്സും അതുപോലെ
മൈക്കിൻ്റെ മുകളിൽ ഇതിട്ട് കഴിഞ്ഞാൽ കാറ്റൊന്നും പിടിക്കാതിരിക്കും, അതിനാണിത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉണ്ട്. പിന്നെ അതിൻ്റെ കണക്റ്റേഴ്സ് കാര്യങ്ങൾ, ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളിന്ന് പൈലറ്റ് ഓൺ വീൽസിലേക്ക് വേണ്ടി, ഇത് ഞങ്ങളുടെ ഇനിയുള്ള ഭാവിയിലേക്കുള്ള ഷൂട്ടിന് വേണ്ടിയെല്ലാം ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങളുടെ വളരെ ചെറിയ ഒരു ഗാഡ്ജറ്റ് കളക്ഷനാണ് ഞങ്ങൾക്കുള്ളൂ. അതിനകത്തേക്ക് ഈ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും വലിയ കാര്യമല്ല, എല്ലാവരും വലിയ വലിയ സാധനങ്ങളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഒരുപാട് വേദനകൾ ഞങ്ങൾ സഹിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും അവസാനം ഞങ്ങൾക്ക് സന്തോഷിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു കാര്യം കിട്ടി. ഞങ്ങൾ ആദ്യമായി ഇത്രയും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നടത്തി തന്ന ഈശ്വരനോട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. കാരണം നിങ്ങളാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. ഞങ്ങളിപ്പോൾ 1,44,000 സബ്സ്ക്രൈബേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. അത്രയും ആളുകൾ ഞങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഓരോ സങ്കടങ്ങളിലും നിങ്ങൾ ഭാഗമാകുന്നുണ്ട്. റോഡിലൊക്കെ കാണുമ്പോഴാണെങ്കിലും ഭയങ്കര സ്നേഹത്തോടെയാണ് ആളുകൾ. സോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അതിനുവേണ്ടി ഞങ്ങളെടുക്കുന്ന എഫേർട്ട് നിങ്ങൾ തിരിച്ചറിയുന്നതിന് നന്ദി പറയുന്നു. അതുപോലെ ഇതിൻ്റെ ബില്ലാണിത്, 69,000 രൂപ, 69,600 രൂപയായിരുന്നു. അതിൽ 600 രൂപ കുറച്ച് തന്ന ബില്ലാണിത്. സോ എനിവേയ്സ് എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ ഇത് വെച്ചുള്ള ഇനിയുള്ള എപ്പിസോഡുകൾ ഇതിലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും. അതുപോലെ കഴിയുമെങ്കിൽ ഞാൻ ഇനി കുറച്ച് വ്ളോഗിങ്, വാഹന സംബന്ധമായിട്ടുള്ള വ്ളോഗിങ് മാത്രമായിരിക്കും മെയിനായിട്ട് ചെയ്യുന്നത്. സോ അതിന് ഇപ്പം വിപിൻ വരാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ വ്ളോഗിങ് ആയിരിക്കും ചെയ്യുക. സോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഭാവിയിലേക്കുണ്ടാകണം. താങ്ക് യു വെരി മച്ച്.